മഴ ചതിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതൊരു ഒന്നൊന്നര ചതിയായി പോയി. ഇവിടേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഈ രണ്ട് പാർട്ടിലും പറയുന്നത്. അപ്പൊ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റിൽ നമ്മുടെ നാട്ടിലെ കൊടമ്പുളി പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇത് മൊത്തം മൂൺ കേക്ക്സ് ആണ്. ചൈനയിൽ മൂൺ ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണിത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ട്രോബെറിയുടെ മൂൺ കേക്ക് ആണ്. ഇവിടുത്തെ ചിക്കൻ പാർട്സിന്റെ ഒരു കറിയാണത്. കോഴിയുടെ ഫീറ്റ് കൂടി ഇടുന്നോണ്ട് നമ്മൾ അങ്ങനെ അത് വാങ്ങിക്കാറില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്നതാണ് ഒരുപാട് സർവൈലൻസ് ഡ്രോണുകൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ വന്നതാണേ. അങ്ങനെ എന്താണെന്നറിയാൻ വേണ്ടി ആൾക്കൂട്ടത്തിൽ ഞങ്ങൾ നിൽക്കുവാണ്. പച്ച റെഡ് ആയിട്ട് കാണുന്നത് മൊത്തം ഡ്രോൺസ് ആണ്. പെട്ടെന്ന് കാറ്റ് വന്നപ്പോ ക്രൗഡ് മൊത്തം ചിയർ ചെയ്യുന്ന കണ്ടു. അപ്പൊ ഞങ്ങളുടെ വിചാരം ഈ കാറ്റ് അവർ ഉണ്ടാക്കുന്നതാണോ ഇനി മഴ പെയ്യ്ക്കുന്ന വല്ല പരിപാടിയാണോ ഇവിടെ നടക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് മൂണ് വന്നു കഴിയുമ്പോഴാണ് ഇവരുടെ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ എന്ന്. അതുകൊണ്ട് കൂടി നിന്നവരെല്ലാം വിഷമിച്ചതായിരുന്നു ആ കേട്ടത്. ഞങ്ങൾ ചിയറിംഗ് ആയിട്ടാണ് വിചാരിച്ചത്. മഴ മാറൂല എന്ന് കണ്ടതോടെ അവരത് തുടങ്ങാൻ തീരുമാനിച്ചു. എങ്ങനെ നടക്കേണ്ട പരിപാടിയാണെന്നറിയോ? നല്ല മഴയത്താട്ടോ ഞാനീ നിൽക്കുന്നത്. ഇവരുടെ ഈ ഒരു ട്രഡീഷൻ മീനും ഡ്രാഗണും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ്. പാവങ്ങളല്ലേ, ഇവരുടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇതിന്റെ ഇടയിലുണ്ട്. മേക്കപ്പ് കിട്ടി കുറെ ലേഡീസും പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുപ്പം തൊട്ട് ചൈനയുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നതായിരുന്നു ഈ ഡ്രാഗൺ ഷോ. പക്ഷേ ഇവിടെ വന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോ ഇത് ഇങ്ങനെ ഒരു പണിയാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. മഴയായോണ്ടാണ് ഇവിടെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പോലീസ് നിന്ന് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ട്രഡീഷണൽ എന്തോ പരിപാടിയും കൂടെ ആണല്ലോ. ഇവരിത് എങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നടത്തി നോക്കി. പക്ഷേ മഴ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മഴ ഒന്നുകൂടി കനത്ത് കാറ്റ് പിന്നെ വീശാൻ തുടങ്ങിയപ്പോ കുട്ടികളൊക്കെ നല്ല രീതിക്ക് നനഞ്ഞു തുടങ്ങി. അവസാനം ഇവർക്ക് ആ പരിപാടി നിർത്തി വെക്കേണ്ടി വന്നിട്ടോ. എന്റെ കയ്യിലും കൊടയില്ലാത്തോണ്ട് ഞാൻ നല്ല രീതിക്ക് നനഞ്ഞു കുളിച്ചു കേട്ടോ. മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇവരുടെ എന്തൊക്കെയോ പരിപാടി ഇതിന്റെ ഇടയിലുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. പാവങ്ങൾ. ലൈഫിൽ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു മെയിൻ സംഭവമായിരുന്നു ഈ ഡ്രാഗൺ ഷോ. അതങ്ങനെ മഴ കാരണം മുടങ്ങിപ്പോയി. എനിക്ക് ഡ്രാഗൺ ഷോ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചൈന വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് കാണാൻ ആഗ്രഹം എന്നൊന്ന് കമന്റ് ചെയ്യണേ. ഇത്രയും മഴയത്ത് എന്നൊക്കെ ഒരു വീഡിയോ എടുത്തതല്ലേ, ഒരു ലൈക്ക് ഒക്കെ തരാട്ടോ.